Egg amino tonic preparation. പച്ചിരിക്കുളമ്പിലാണ് ഞങ്ങൾ താമസം. പാലക്കാട് ജില്ല, കേരള. ഇന്ന് നാരങ്ങാനീര് 12 മുട്ട എന്ന് ആദ്യമായി ഞങ്ങൾ ചെയ്യുന്നു. 50 നാരങ്ങ മുറിച്ച് അരിച്ച് ബോട്ടിലിൽ തയ്യാറാക്കി വെക്കുന്നു. 12 മുട്ട ഇതിൽ തുണിയിൽ തുടച്ച് ഇതിൽ വയ്ക്കുന്നുണ്ട്. നാരങ്ങയിൽ സിട്രിക് ആസിഡ് ഉണ്ട്. അത് കാരണം എല്ലാ ദിവസം 10 ദിവസം ഓരോ ബ്രഷിൽ ഓരോ മിനിറ്റ് തുറന്ന് വയ്ക്കുന്നു. 10 ദിവസം കഴിഞ്ഞ് 1/4 കിലോ വെള്ളം മിക്സ് ചെയ്ത് 100 ലിറ്റർ വെള്ളത്തിൽ 1/4 കിലോ കലക്കി നെൽകൃഷിയിൽ എല്ലാ ചെടികൾക്കും ഇത് ഒഴിക്കാം. ഈ നാരങ്ങ പിഴിഞ്ഞെടുത്തത് വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ഇത് അച്ചാറുണ്ടാക്കാൻ നല്ലെണ്ണ ഉപയോഗിച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഉലുവ എന്നിവ തയ്യാറാക്കി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അച്ചാറുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇത് ആദ്യമായി തയ്യാറാക്കുകയാണ്. യശോദാമ്മയും വന്ന് പറഞ്ഞു. ഞങ്ങൾ ഫസ്റ്റ് ടൈം തയ്യാറാക്കി നോക്കുന്നുണ്ട്. നന്നായിട്ടുണ്ട്. എൻ്റെ പേര് അലീമ, പച്ചിരിക്കുളമ്പ്, രാമശ്ശേരി, കേരള. 5 ദിവസം മുൻപ് നാരങ്ങാനീര് ഞങ്ങൾ തയ്യാറാക്കി. മുട്ട 50 നാരങ്ങ തയ്യാറാക്കി. അതിൻ്റെ ബാക്കി വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ അതുകൊണ്ട് അച്ചാർ തയ്യാറാക്കി. ഫസ്റ്റ് ടൈമാണ് അച്ചാർ. യശോദാ മാമിന് കഴിക്കാൻ കൊടുക്കുന്നുണ്ട്. നന്നായിട്ടുണ്ടാണ് മാം ടേസ്റ്റ് ചെയ്ത് പറയും. നമ്മൾ 5 ദിവസം മുമ്പ് മുട്ട നാരങ്ങ ദ്രാവകം തയ്യാർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് നാരങ്ങൻ്റെ നീരാണ്. നാരങ്ങൻ്റെ നീര് മാത്രമേ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. നാരങ്ങയുടെ തൊലി അത് നമ്മൾ വേസ്റ്റ് ആക്കുന്നില്ല. നാരങ്ങയുടെ തൊലി കൊണ്ട് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഹോം മെയ്ഡ് അച്ചാറാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ വിറ്റാമിൻ സി ഉണ്ട്. പലപ്പോഴും നമ്മൾ അച്ചാറൊക്കെ കടകളിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കാറാണ് പതിവ്. പക്ഷെ അത് നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതല്ല. സോ നമ്മൾ അതിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഇത് നമ്മുടെ ഗുഡ് ഫോർ നമ്മുടെ ഹെൽത്ത്. സോ നമുക്ക് കൃഷിക്ക് ഉപയോഗിക്കാനുള്ള വളവുമായി നമ്മുടെ ശരീരത്തിന് നല്ല ഹെൽത്ത് കിട്ടും. സോ നല്ലൊരു അച്ചാറുമായി ഇത് നമുക്ക് പറഞ്ഞു തന്നത് നമ്മുടെ യശോദ മാമാണ്. സോ യശോദ മാമിന് താങ്ക് യു. യശോദ മാം, ഇത് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ഹോം മെയ്ഡ് അച്ചാറാണ്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ.